ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഇൻ എപ്പിസോഡ്. ഇറ്റ്സ് മീ സുഹൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, എങ്ങനെ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള മൂന്നാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ രണ്ട് പാർട്ടുകളിലായിട്ട് ഏകദേശമൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഡെസ്ക്ടോപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റ് അഡ്വാൻസ് ആയിട്ടുള്ളതും ബേസിക് ആയിട്ടുള്ളതുമായ കുറേ സെറ്റിംഗ്സുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പിന്റെ ഏറ്റവും ബോട്ടം സൈഡിലായിട്ട് കാണുന്ന ടാസ്ക് ബാറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുള്ളിൽ ധാരാളം സെറ്റിംഗ്സുകൾ, ടാസ്ക് സെറ്റിംഗ്സുകളും അതുപോലെ തന്നെ ടാസ്ക് മെനുകളും കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഇൻഫർമേഷനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് തികച്ചും ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വീഡിയോ ആണ്. കാരണം കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. സോ ലെറ്റ് മീ സ്റ്റാർട്ട്. ഗൈസ്, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഡെസ്ക്ടോപ്പിനെ കുറിച്ച് നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ടാസ്ക് ബാറിനെ കുറിച്ചാണ്. ടാസ്ക് ബാറിന്റെ സെറ്റിംഗ്സുകളും അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളുമൊക്കെയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ ടാസ്ക് ബാറിന്റെ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് കാണാം ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ. ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ കീബോർഡിലും കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റാർട്ട് മെനു ഓപ്പൺ ആയിട്ട് വരും. ഈ സ്റ്റാർട്ട് മെനുവിന്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർസുകളാണ് ഇവിടെ കാണുന്നത്. ഈ സോഫ്റ്റ്വെയർസുകൾ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ ഇല്ലാത്ത സോഫ്റ്റ്വെയർസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെ സോഫ്റ്റ്വെയർസുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ലെറ്റേഴ്സിന്റെ ബേസിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് 3 ബാർ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ പവർ എന്നുള്ള ഒരു ഓപ്ഷൻ. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ 3 ഓപ്ഷൻസുകൾ വരും. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം സ്ലീപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ. സ്ലീപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിനെ സ്ലീപ്പ് ചെയ്ത്, അതായത് നമ്മൾ ഓവർ ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിസ്റ്റം ഒരല്പം തണുപ്പിക്കണമെന്നുണ്ടെങ്കിൽ സ്ലീപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാവും സ്ലീപ്പിംഗ് മോഡിലോട്ട് സിസ്റ്റം പോകുന്നതായിരിക്കും. അതല്ല നിങ്ങൾക്ക് ഷട്ട് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ട് നിങ്ങളുടെ സിസ്റ്റം ഓഫ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷട്ട് ഡൗൺ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ റീസ്റ്റാർട്ട്, എന്തെങ്കിലുമൊക്കെ സ്റ്റക്കോ അല്ലെങ്കിൽ മറ്റു പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഷട്ട് ഡൗൺ ആവാതെ തന്നെ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് റീസ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് സിസ്റ്റത്തിന്റെ സെറ്റിംഗ്സ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പിക്ചേഴ്സുകൾ, നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള പിക്ചേഴ്സുകൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം പിക്ചേഴ്സ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളും ഇവിടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ അഡ്മിൻ, അതായത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആ യൂസറിന്റെ അഡ്മിൻ പ്രൊഫൈൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സൈൻ ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ധാരാളം ഓപ്ഷൻസുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ ഇത്രയുമാണുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ഇവിടെ നിങ്ങളുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ്, അതുപോലെ തന്നെ ഓൺ ഡ്രൈവ് പോലുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഗെയിംസുകൾ കാണാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾ ഓൺലൈനായിട്ട് കളിക്കാനുള്ള ഗെയിംസുകളാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ മൈക്രോസോഫ്റ്റിന്റെ സ്റ്റോർ, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എഡ്ജ് പോലുള്ള സ്കൈപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യണം. എപ്പോഴും നിങ്ങൾ ആക്സസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്ത് സേവ് ചെയ്തിടാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഈ ഒരു ഫോട്ടോഷോപ്പ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കിവിടെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഗൂഗിൾ ക്രോം. അപ്പോൾ ഞാൻ ഈ ഒരു ഗൂഗിൾ ക്രോമിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് സെലക്ട് ചെയ്തുകൊണ്ടിടുകയാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ലൈഡായിട്ട് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻസുകൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ, അഡോബിൻ്റെ ബ്രിഡ്ജ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തിടാം. അങ്ങനെ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു നെയിം വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നെയിം ഓഫ് ഗ്രൂപ്പ്, ഈ ഒരു ഗ്രൂപ്പിൻ്റെ നെയിം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ എക്സ്പ്ലോറർ, അതുപോലെ തന്നെ പ്ലേ, അങ്ങനെ ഇവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഗ്രൂപ്പിന് ഒരു നെയിം കൊടുക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ ഒരു ഗ്രൂപ്പിന് നെയിം കൊടുക്കുകയാണ്, ഗൂഗിൾ എന്ന് നെയിം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നെയിം ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് സോഫ്റ്റ്വെയർസിന് നിങ്ങൾക്ക് ഒരു നെയിം കൊടുത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സോഫ്റ്റ്വെയർസുകളൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്പേസിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്രൂപ്പായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഈ ഒരു സ്പേസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയുമാണ് ഈ ഒരു സ്റ്റാർട്ട് മെനുവിലുള്ളത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ടാസ്ക് ബാറിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സെർച്ചിങ് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് എന്ത് കാര്യം വേണമെങ്കിലും, നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഗൂഗിൾ തന്നെ എടുക്കാം. ഇവിടെ ഗൂഗിൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് ആയിട്ട് ഇവിടെ ഗൂഗിൾ ക്രോം തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഏതൊരു ആപ്ലിക്കേഷനും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു സെർച്ചിങ് ബാർ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ടാസ്ക് വ്യൂ, അതായത് നിങ്ങളുടെ ഈ ഒരു ഡെസ്ക് ടോപ്പ് എത്രണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും ഡെസ്ക്ടോപ്പിലുള്ള ടാസ്കുകൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും.
ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്കിവിടെ ഡെസ്ക്ടോപ്പ് ഒരെണ്ണം മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ന്യൂ ഡെസ്ക്ടോപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡെസ്ക്ടോപ്പ് 1 അതുപോലെ ഡെസ്ക്ടോപ്പ് 2 ഇങ്ങനെ 2 ഡെസ്ക്ടോപ്പ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ന്യൂ കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ന്യൂ കൊടുത്തുകൊണ്ട് എത്ര ഡെസ്ക്ടോപ്പ് വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഈ ഒരു ടാസ്ക് വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ഡെസ്ക്ടോപ്പുകളും ഇവിടെ കാണാം. ഞാനിപ്പോൾ ഇവിടെ ഓരോ ഡെസ്ക്ടോപ്പിലായിട്ട് ഓരോന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു. ശേഷം ഞാനിവിടെ ഈ ദിസ് പി സി ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ വീണ്ടും ടാസ്ക് വ്യൂവിൽ വന്നതിന് ശേഷം അഞ്ചാമത്തെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു. ശേഷം ഇവിടെ ഞാൻ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ വീണ്ടും ഇവിടെ ടാസ്ക് വ്യൂവിൽ വന്നു. അങ്ങനെ നമുക്ക് ഓരോ ഡെസ്ക്ടോപ്പിലായിട്ട് ഓരോ ആപ്ലിക്കേഷൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇത് വിൻഡോസ് 10ൻ്റെ മാത്രം ഒരു ഓപ്ഷനാണ്. പുതിയ അപ്ഡേഷനാണ് വിൻഡോസ് 10ൻ്റെ. ഇനി ഞാനിവിടെ ടാസ്ക് വ്യൂവിൽ വന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അഞ്ചാമത്തെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആയിട്ടുണ്ട്. അതല്ല നിങ്ങൾക്ക് ഇവിടെ ടാസ്ക് വ്യൂവിൽ വന്ന് രണ്ടാമത്തെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ദിസ് പി സി ഓപ്പൺ ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ രണ്ട് ആപ്ലിക്കേഷൻസുകൾ രണ്ട് ഡെസ്ക്ടോപ്പിലായിട്ട് സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ 4 സോഫ്റ്റ്വെയർസുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഈ 4 സോഫ്റ്റ്വെയർസുകളും വിൻഡോസ് 10ൻ്റെ ടാസ്ക് ബാറിൽ ഇൻബിൽട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർസുകളാണ്. അതായത് ഫസ്റ്റ് ആയിട്ട് കാണുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ എഡ്ജ് ആണ്. അതായത് ബ്രൗസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റിൻ്റെ എഡ്ജ്. ഇതിൽ നിന്നുമാണ് നമ്മൾ ക്രോമും മറ്റു കാര്യങ്ങളും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഫയൽ എക്സ്പ്ലോറർ. അതായത് നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ഫയൽസുകളും കാണുന്നത് ഈ ഒരു ഫയൽ എക്സ്പ്ലോററിലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോർ. അതായത് സോഫ്റ്റ്വെയർസുകൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലൊക്കെ യൂസ് ചെയ്യുന്ന പ്ലേ സ്റ്റോർ പോലെ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു സ്റ്റോർ ഉണ്ട്. ആ ഒരു സ്റ്റോറിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് സോഫ്റ്റ്വെയർ വേണമെങ്കിലും ഫ്രീ ആകട്ടെ പേ ചെയ്യുന്ന സോഫ്റ്റ്വെയർസുകളാകട്ടെ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് മെയിൽ. മെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ മെയിൽ സോഫ്റ്റ്വെയർ. അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് മെയിൽ ചെയ്യാൻ. അതുപോലെ തന്നെ ടാസ്ക് ബാറിൻ്റെ എൻ്റെ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു നോട്ടിഫിക്കേഷൻ പാനൽ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിയർ ആവുന്നതാണ്. ആ നോട്ടിഫിക്കേഷൻസുകളെല്ലാം ക്ലിയർ ആവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പാനൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഏറ്റവും ബോട്ടം സൈഡിലായിട്ട് ഇവിടെ എക്സ്പാൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് എയറോപ്ലെയിൻ മോഡ്, അതുപോലെ തന്നെ ടാബ്ലറ്റ് മോഡ്, നെറ്റ്വർക്ക്, ആൾ സെറ്റിംഗ്സ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. സ്മാർട്ട് ഫോണിലൊക്കെ ഉള്ള അതുപോലെ തന്നെയുള്ള ഒരു മോഡാണ് എയർപ്ലെയിൻ മോഡ്. അതുപോലെ തന്നെ ടാബ്ലറ്റ് മോഡാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡെസ്ക്ടോപ്പ് ടാബ്ലറ്റ് മോഡാകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ടാബ്ലറ്റിൻ്റെ ഒരു മോഡായി കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ടാബ്ലറ്റ് മോഡ് വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ടാബ്ലറ്റ് മോഡ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോഴേക്കും ഡെസ്ക്ടോപ്പ് മോഡിലായിരിക്കും. ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഡേറ്റും ടൈമും. അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം അഡ്ജസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡേറ്റും ടൈമും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസുകളാണ് ഈ ഒരു ടാസ്ക് ബാറിൽ കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ ഒരു ടാസ്ക് ബാറിൽ നിങ്ങൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കുറേ സെറ്റിംഗ്സുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെക്ക് ചെയ്യാം. ഇങ്ങനെ ടാസ്ക് ബാറിൽ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഓപ്പൺ ചെയ്ത് വയ്ക്കുന്ന സമയത്ത് ഈ ഒരു ടാസ്ക് സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു, വീണ്ടും അതും മിനിമൈസ് ചെയ്തിട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ ടാസ്ക് ബാറിൽ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാം. ഈ ഒരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്തു, ശേഷം ഇവിടെ മിനിമൈസ് ചെയ്തു. അതുപോലെ തന്നെ അഡോബിൻ്റെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തു, ശേഷം ഞാൻ ഇവിടെ മിനിമൈസ് ചെയ്തിട്ടു. ഇങ്ങനെ കുറേ ആപ്ലിക്കേഷൻസുകൾ ഇവിടെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടാസ്ക് ബാർ എന്ത് ചെയ്യും ഫുള്ളായിട്ട് ഫില്ലാകും. ഇങ്ങനെ ഫില്ലാകുന്ന ടൈമിൽ എന്താണ് ടാസ്ക് ബാറിൽ പിന്നെ സ്ഥലമുണ്ടാകത്തില്ല. ടാസ്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആപ്ലിക്കേഷൻസുകൾ ഒരുപാട് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് ടാസ്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ടാസ്ക് വ്യൂവിൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ടാസ്ക് സെറ്റിംഗ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം. അല്ലാതെ നിങ്ങളിവിടെ കുറേ സോഫ്റ്റ്വെയറുകൾ ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇവിടെ ടാസ്ക് ബാർ ഫില്ലാവുകയും അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സെറ്റിംഗ്സ് മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ടാസ്ക് സെറ്റിംഗ്സ് കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ വരേണ്ടി വരും. ടാസ്ക് വ്യൂവിൽ വന്നതിന് ശേഷം മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് സെറ്റിംഗ്സ് ഇവിടെ കാണാം. അപ്പോൾ ഈ ടാസ്ക് സെറ്റിംഗ്സിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുമാണുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നതിലേക്കും ബൈ.